everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷനിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് 4 വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഒരു അകൽച്ച കൂട്ടാന് അല്ലെങ്കിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയാന്, അതുപോലെ തന്നെ നിങ്ങളോടുള്ള മതിപ്പ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഈ 4 പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നോക്കാം. 1, അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, ഒരു പക്ഷേ അവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോബ് അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്താൻ, ഒരു ശ്രമം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ഷെയർ ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരൊരു ശ്രമം നടത്താൻ തുടങ്ങുന്ന സമയത്ത് ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ, ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ അവർക്ക് മറുപടിയായി നൽകുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും നിന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ യു കാൻ ഡു ദാറ്റ്, ഇങ്ങനെ നിന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിയില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ വളരെ ജഡ്ജ്മെന്റൽ ആയിക്കൊണ്ടാണ് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറയാൻ കാരണമാകും. മാത്രമല്ല, പൊതുവെ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യം, ഒരു സംസാര രീതി കൂടിയാണ് ഇത്. ബിക്കോസ് അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും അവർ കൂടുതൽ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അവരൊരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ശ്രമം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരൊരു ഐഡിയ ഷെയർ ചെയ്യുന്നു, അതിൽ വിജയിക്കണം എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു ശ്രമം നടത്തുന്ന സമയത്ത് അവരേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സോ അതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെയധികം വിഷമം കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല, റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സംസാര രീതി കൂടിയാണ് ഇത്. സോ എന്ത് കാര്യം ഷെയർ ചെയ്യുന്ന സമയത്തും നിന്നെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് ചേഞ്ച് ചെയ്യേണ്ട സംസാര രീതി. ഇനി രണ്ടാമതായി കോൺവെർസേഷനിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കമ്പാരിസൺ. എസ്പെഷ്യലി ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു വ്യക്തിയുമായിട്ട് നിലവിലെ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിലവിലെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് എക്സുമായിട്ട് കമ്പയർ ചെയ്യുക. അവനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവളായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുമായിരുന്നു, അവൾ കുറെ കൂടി ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ അവളായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു ചെയ്യുക, നീ അവനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്കുക. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ആ ഒരു എക്സുമായിട്ട് കമ്പാരിസൺ നടത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇങ്ങനെ എക്സുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഇഷ്ടക്കുറവിന് കാരണമാകും. ഇനി മൂന്നാമതായി ഒഴിവാക്കേണ്ട ഒരു സംസാര രീതിയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില സംസാര രീതികൾ ഉണ്ടായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോഴേക്കും നീ ഒരു പുരുഷനാണോ, അങ്ങനെയൊക്കെയുള്ള സംസാര രീതി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള റെസ്പോൺസ്. എസ്പെഷ്യലി അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും അവർ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. സോ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു രീതിയാണ്. ഫൈനലി നാലാമത്തെ ഒരു സംസാര രീതി എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ മറ്റു പല വ്യക്തികൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ബ്രദർ ഉണ്ടായിരിക്കാം, ഫാദർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് അടുപ്പമുള്ള മറ്റു ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം.
സോ അവരെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഡാഡിയെ കണ്ടുപിടിക്കുക, ഇത്തരത്തിൽ എപ്പോഴും മറ്റുള്ള വ്യക്തിയെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ അവരെ പോലെ ആവാൻ ശ്രമിക്കുക. അവരാണ് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ളത്, നിന്നെ കൊണ്ട് കഴിയില്ല, നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഇങ്ങനെ എപ്പോഴും ഒരു കമ്പാരിസൺ ആണ് നിങ്ങൾ നടത്തുന്നത്. ആ വ്യക്തി, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ അവരായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യാതെ എപ്പോഴും മറ്റുള്ള വ്യക്തിയെ കണ്ടുപഠിക്കാനും അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണം എന്നുള്ള രീതിയിലാണ് എപ്പോഴും അവരോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പൊതുവെ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ലാത്ത, ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യമാണ്. മാത്രമല്ല അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവിന് കാരണമാവുകയും ചെയ്യും. ആ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യാനും അധികകാലം എടുക്കില്ല. വേർഡ്സ് എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കളിയാക്കുന്ന സമയത്ത്, ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത്, ഇതെല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ആർക്കാണോ ഇത് റിസീവ് ചെയ്യേണ്ടി വരുന്നത്, അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സ്വയം നമ്മുടെ കേസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരു റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറച്ച് സംസാര രീതി അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഈ രീതിയിലാണ് പലപ്പോഴായി ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്ന സമയത്ത് ലൈഫ് പാർട്ട്ണറോടോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതുപോലെ ഇനിയും ഒരുപാട് കമന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സംസാര രീതികൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്